ഈയിടെയായിട്ട് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വരികയുണ്ടായി. ആൾക്ക് ഏകദേശം ഒരു 25-26 വയസ്സൊക്കെ പ്രായം കാണും. ആൾ എന്നോട് പറഞ്ഞു, ബ്രോ, എൻ്റെ ലൈഫിൽ ഞാൻ വളരെയധികം സ്റ്റക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയാലും ആരായിട്ടും അങ്ങോട്ട് സെറ്റാവുന്നില്ല. എല്ലാവരും എന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, കളിയാക്കിക്കൊണ്ടിരിക്കും, പരിഹസിച്ചുകൊണ്ടിരിക്കും. ഇത് മാത്രമാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇത് എന്നുള്ളത് ഇന്നോ ഇന്നലെയോ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോബ്ലം അല്ല. എൻ്റെ കുട്ടിക്കാലം മുതലേ അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ ടൈം മുതലേ എല്ലാവരും എന്നെ ഇങ്ങനെ ബുള്ളി ചെയ്യുമായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇതിലൂടെ എൻ്റെ കോൺഫിഡൻസ് എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ തനതായിട്ടുള്ള ഒരു വ്യക്തിത്വം പോലുമില്ല. ഈ ഒരു പ്രശ്നം എന്നുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലും ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെ ആണെങ്കിലും അതെ, ആരും എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, വാല്യൂ ചെയ്യുന്നില്ല. ഞാൻ എന്ത് സീരിയസ് ആയിട്ട് പറഞ്ഞാലും അവർക്ക് അതൊക്കെ ഒരു തമാശ മാത്രമാണ്. ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് പറയും ചിരിക്കാനുള്ള ഒരു വസ്തുവായിട്ട് ഞാനിപ്പോൾ മാറിയിരിക്കുന്നു. എനിക്ക് എന്നോട് തന്നെ ഒരു മടുപ്പ് തോന്നുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയതെന്ന്. ബ്രോയ്ക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിന് പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് ആ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ ആൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് ആപ്പിളിൻ്റെ ഒരു ഐഫോൺ ആയിരുന്നു. ഞാൻ ചോദിച്ചു, ബ്രോ, നിങ്ങളുടെ ഒരു ഐഫോൺ ഒന്ന് തരുമോ, ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ എന്ന്. ആൾ എനിക്കൊരു ഫോൺ തന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി. ശേഷം ആൾക്ക് എന്നെ തിരിച്ചു കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു, ബ്രോ, ഈ ഒരു ഐഫോൺ തീരെ പോരാ കേട്ടോ, നിങ്ങൾ എവിടെ നിന്നത് വാങ്ങിച്ച്, ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി പോരാ, ഈ ഒരു ഫീച്ചർ പോരാ. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ ആളോട് പറഞ്ഞു. ഉടനെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഇല്ല ബ്രോ, അങ്ങനെയൊന്നുമില്ല, ഇത് ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് എഡീഷനാണ്. മാത്രമല്ല കഴിഞ്ഞ 8 മാസമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. ബ്രോ ഒരു പക്ഷേ ഒരു ആൻഡ്രോയിഡ് യൂസർ ആയതുകൊണ്ടായിരിക്കും ബ്രോയ്ക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. കാരണം ബ്രോയ്ക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ തോന്നിയത്. ഇത് ഏറ്റവും നല്ല ഫോണാണ്. അങ്ങനെ ആ ഒരു മൊബൈലിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും ബ്രോ ആക്സെപ്റ്റ് ചെയ്യില്ല അല്ലേ, ഈ മൊബൈൽ തീരെ പോരാ എന്ന്. അപ്പോൾ ആൾ പറഞ്ഞു, ഇല്ല ബ്രോ, ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല, കാരണം ബ്രോയേക്കാളും കൂടുതൽ എനിക്ക് ഇതേപ്പറ്റി അറിയാമെന്ന്. ഉടനെ ഞാൻ പറഞ്ഞു, ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ബ്രോയ്ക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കൂടാ? മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരുപാടധികം സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായമില്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ കണ്ണിലൂടെ ആയിരിക്കും നിങ്ങളെ നോക്കിക്കാണുക. അവർ നിങ്ങൾ സ്മാർട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, ഓ, ഞാൻ സ്മാർട്ടാണല്ലോ. ഇനി നിങ്ങൾ മണ്ടനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ, ഞാൻ മണ്ടനാണോ? ഇത്തരത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെപ്പറ്റി മാറുമ്പോൾ നിങ്ങൾക്കും നിങ്ങളെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറും. ഇതൊരിക്കലും നിങ്ങൾ അനുവദിച്ചുകൂടാ. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാതിരിക്കണമെങ്കിൽ ആദ്യം നിങ്ങളെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയാണ്, നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആണോ അതോ വീക്കാണോ? ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പലപ്പോഴും നമ്മുടെ ലൈഫിലാണെങ്കിലും അതെ, ഈ മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മളുടെ മനസ്സിനെ ഒരുപാടധികം സ്വാധീനിക്കാറുണ്ടായിരിക്കും പലപ്പോഴും, അല്ലേ? ഇത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ മുതലാണ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ക്യാരക്ടർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇതിനായിട്ട് നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെ സഹായം തേടാവുന്നതാണ്. ഇതിനായിട്ട് നമുക്കും അതെ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പിൻ്റെ പ്രോഗ്രാം ഉണ്ട്. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ദിവസത്തിൽ എത്ര മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എന്ന്. നിങ്ങളെ ഇമ്പ്രൂവ് ആക്കാൻ, നിങ്ങളുടെ സ്കിൽസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങളുടെ കരിയർ ഗ്രോത്തിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്ര മിനിറ്റ് മാറ്റിവെക്കുന്നുണ്ട്, എത്ര മണിക്കൂർ മാറ്റിവെക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് സ്വയം പരിശോധിച്ച് നോക്കുക. 1 മിനിറ്റ് പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ മാറ്റിവെക്കുന്നില്ലെങ്കിൽ, നിങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ മാറ്റിവെക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങളുടെ ഗ്രോത്ത് എന്നുള്ളത് പോസിബിൾ ആകില്ല. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി എന്ത് പറഞ്ഞാലും അത് നിങ്ങളുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കണമെങ്കിൽ അതിനായിട്ട് ആദ്യം നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരിക്കലും മറ്റുള്ളവരാവരുത് നിങ്ങളുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നത്. അതെപ്പോഴും നിങ്ങളായിരിക്കണം.